കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ പുനരന്വേഷണം പൂർത്തിയായി. നാർക്കോട്ടിക് സെൽ SP ഉത്തരമേഖല IGക്ക് റിപ്പോർട്ട് നൽകി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലാണ് ഇപ്പോൾ പുനരന്വേഷണം പൂർത്തിയായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിൽ ആദ്യഘട്ടത്തിൽ തന്നെ അതിജീവിത ആരോപണം ഉന്നയിച്ച വ്യക്തിയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റായ ആദ്യഘട്ടത്തിൽ ഈ അതിജീവിതയെ പരിശോധിച്ചിട്ടുണ്ടായിരുന്ന ഡോക്ടറായിട്ടുള്ള KV പ്രീതി. ഇവരുടെ അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ICU പീഡനക്കേസ് നടന്നതിന് ശേഷം പ്രതിയായിട്ടുള്ള അറ്റൻഡർക്ക് അനുകൂലമായ നിലപാടെടുത്തു. മാത്രമല്ല ശാസ്ത്രീയ പരിശോധനാ തെളിവുകളടക്കം കൃത്യമായി രേഖപ്പെടുത്തിയില്ല, അതിജീവിതയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഈ ഗൈനക്കോളജിസ്റ്റിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ആരോപണങ്ങൾ. അതിനുശേഷം ഒരു നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായി ഈ ഡോക്ടർ KV പ്രീതിക്കെതിരെ അന്വേഷണം നടക്കുന്നു. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറാൻ വേണ്ടിയിട്ടും അന്വേഷണ സംഘം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നിരവധി തവണ, അതായത് റോഡിലേക്ക് ഇറങ്ങി വരെ അതിജീവിത സമരം ചെയ്യുന്ന ഒരവസ്ഥയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഈ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറിയത്. ശേഷം ഈ അന്വേഷണ റിപ്പോർട്ടിൽ തൃപ്തിയില്ലെന്ന് അറിയിച്ചുകൊണ്ട് ഉത്തരമേഖല IGയെ അതിജീവിത സമീപിക്കുന്നു. അങ്ങനെ നിരന്തര സമ്മർദ്ദത്തിന്റെ ഫലമായി തന്നെയാണ്, സമരത്തിന്റെ ഫലമായി തന്നെയാണ് വീണ്ടും ഒരു പുനരന്വേഷണത്തിന് വേണ്ടി ഉത്തരമേഖല IG ഉത്തരവിറക്കിയത്. നാർക്കോട്ടിക് സെൽ ACP ആയിട്ടുള്ള TP ജേക്കബിനായിരുന്നു ഇതിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്നത്. ശേഷം ഒരാഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയും ഉത്തരമേഖല IG ഉത്തരവിട്ടുണ്ടായിരുന്നു. ഇതിലാണ് ഇപ്പോൾ പുനരന്വേഷണം പൂർത്തിയായിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിൽ അതിജീവിതയുടെ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഗൈനക്കോളജിസ്റ്റിന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താനുണ്ടോ എന്നുള്ളതും ഈ പുനരന്വേഷണത്തിൽ